വളരെയേറെ വിഷമത്തോടു കൂടിയാണ് ഞാൻ മാധ്യമങ്ങളെ ഇന്ന് അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്ത് എല്ലാ സ്ഥലങ്ങളിലും മലയാളം അറിയാവുന്ന എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം എനിക്കെതിരെ വളരെ തെറ്റായ, അടിസ്ഥാനരഹിതമായ, അസംബന്ധമായ വാർത്തകൾ ജനം ടി വിയുടെ ഭാഗത്ത് നിന്ന്, അതിനുശേഷം കർമ്മ, അതിനുശേഷം ഭാരത് ലൈവ്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിലുള്ള ഒരു സായാഹ്ന പത്രം സുദിനം, ഞാൻ ഇത്രയുമാണ് എനിക്ക് അയച്ചു തന്നത്. പലരും അയച്ചു തന്നിട്ടുള്ള വാർത്തകൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങനെ പോകുമെന്നാണ് ധരിച്ചത്. പക്ഷേ അത് തുടർച്ചയായിട്ട് യൂട്യൂബ് ചാനൽ എന്നുള്ള നിലയിലും ജനം ടി വി സാധാരണ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചാനലാണ്. അവ ഇങ്ങനെ അത് അടിക്കടി വന്ന് വീണ്ടും എൻ്റെ നാട്ടിൽ നിന്ന് പ്രത്യേകിച്ചും ഇത് അടിയന്തരമായിട്ട് ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചില്ലെങ്കിൽ അത് വലിയ വിഷമം ഞങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് കുറേ യൂട്യൂബ് ചാനലിൽ എനിക്കെതിരെ ഒരുപാട് വാർത്തകൾ വരാറുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ 2 ദിവസം മുൻപ് തന്നെ ഇതിനെതിരെ കേസ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇതിൻ്റെ വസ്തുതകളൊക്കെ ശേഖരിച്ചുകൊണ്ട് വീഡിയോ, അതുപോലെ സുദിന പത്രത്തിൻ്റെ കോപ്പി, ഇതൊക്കെ ശേഖരിച്ചുകൊണ്ട് ഞാൻ കേസ് കൊടുക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചു. പക്ഷേ ഇന്നലെയും ഇന്നുമായിട്ട് വീണ്ടും നിരവധി പേർ എനിക്ക് ആ ചാനൽ അയച്ചു തന്നു. പ്രത്യേകിച്ച് ഭാരത് ലൈവ്, ജനം, കർമ്മ, ഇവരുടെയൊക്കെ വീഡിയോ അയച്ചു തന്നു. അതിൽ പറയുന്നത് ഏതോ ഒരു PR കൃഷ്ണൻ എന്ന് പറയുന്ന MLA ഉണ്ടത്രേ, ആ വ്യക്തിയുടെ ഭാര്യ ആയിട്ട് ഞാൻ അഭിനയിച്ച് നിയമസഭയിൽ MLA എന്നുള്ള നിലയിൽ കിട്ടേണ്ടുന്ന ഫാമിലി പെൻഷൻ ഞാൻ വാങ്ങുന്നു. ഇതാണ് വാർത്ത. ആ വാർത്ത അവതരണമൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം. പെൺകുട്ടികളാണ് അവതരിപ്പിക്കുന്നത്. കേട്ടാൽ വിശ്വസിച്ച് പോകുന്ന വിധത്തിലാണ്, വളരെ വൾഗറായിട്ടാണ് അവതരിപ്പിക്കുന്നത്. വളരെ വൾഗറായിട്ടാണ്. ഇത്രയും തെറ്റായിട്ടുള്ള അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത എന്നെപ്പോലെ 50 കൊല്ലമായിട്ട് ഈ സമൂഹത്തിൽ ഞാനുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടികൾ ഒരു വാക്കിനോട് ചോദിക്കുക, ഇല്ല. ആരെങ്കിലും ഇങ്ങനെ ഉണ്ടോ? ഇല്ല. ഇങ്ങനെ ചോദിക്കാതെ വസ്തുതകൾ അടിസ്ഥാനരഹിതമായിട്ട് സമൂഹത്തിൽ ഒരു പൊതുപ്രവർത്തകയെ സമൂഹത്തിനിടയിൽ നാറ്റിക്കുക, അപമതിപ്പുണ്ടാക്കുക എന്നുള്ള ആ ദുരുദ്ദേശത്തിലൂടെയല്ലേ? അല്ല, ഇതിൻ്റെ പിന്നിൽ എനിക്കെതിരായ രാഷ്ട്രീയ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? കാരണം ഒരുപാട് തവണ പല ഘട്ടങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ എനിക്കെതിരെ വന്നിട്ടുണ്ട്. ഞാൻ ഉദാഹരണം നിങ്ങൾക്കൊക്കെ അറിയാം, ഒരുപാട് കാലം ഞാൻ കമൻറ്റ് എനിക്കെതിരെ പലരും വളരെ വൃത്തികെട്ട രീതിയിൽ കൊണ്ടുവരാറുണ്ട്. തീവ്രത ഞാൻ ഉപയോഗിച്ചൊരു വാക്കല്ല. ഞാൻ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിച്ച വാക്കല്ല. എന്നിട്ട് എന്തോരം മോശമായിട്ടാണ്, എത്ര തവണയാണ്, ഏതെല്ലാം പേജിലാണ് എനിക്കെതിരായിട്ട് ഈ ഇത്ര വൃത്തികെട്ട വിധത്തിൽ എഴുതി എന്നെപ്പോലുള്ള ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീക്കെതിരെ ഈ കേരളത്തിൽ കമൻ്റ് ഇട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനെല്ലാം എത്രയാണ് പ്രതികരിക്കുക. ഒരു തവണയല്ല 2 തവണ ഞാൻ കേസ് കൊടുത്ത ഒരു തവണ BJPയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു. അത് തെറ്റിപ്പോയി. ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഇല്ല, അത് തെറ്റായിരുന്നു എന്ന് മനസ്സിലായി. അന്തരിച്ചു പോയ ബഹുമാന്യനായ എൻ്റെ സഹപ്രവർത്തകനായിരുന്നു നിയമസഭയിൽ PT തോമസ് എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞു, കോവിഡ് കാലത്ത് എൻ്റെ മകന് ഓക്സിജൻ പ്ലാന്റിൽ നിന്നും ആ ഓക്സിജൻ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ കരിഞ്ചന്തയിൽ വിൽക്കാൻ വേണ്ടി പൂഴ്ത്തി വെച്ചിരിക്കുകയാണെന്നും അങ്ങനെ നിരവധി കുഞ്ഞുങ്ങൾ മരിക്കുകയാണെന്നും എല്ലാമുള്ള വാർത്ത വെറുതെ പറഞ്ഞതല്ല. പത്രസമ്മേളനത്തിൽ എറണാകുളം അതിൻ്റെയൊക്കെ കോപ്പി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാനത് പയ്യന്നൂരിൽ ഒരു കേസ് കൊടുത്ത് തളിപ്പറമ്പിലുള്ള നമ്മൾ പ്രഗത്ഭനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് മുഖേന കേസ് എടുക്കാൻ വേണ്ടി പോകുന്നതിന് 2 ദിവസം മുൻപാണ് എനിക്ക് അദ്ദേഹം അഡ്വക്കേറ്റ് പറഞ്ഞു,
അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ള നിലയിൽ അസുഖമായിട്ടാണ് ഇപ്പോൾ ചികിത്സിക്കുകയാണ്, ഇന്ന രോഗമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ തൽക്കാലം ആ കേസ് ഇപ്പോൾ എടുക്കണ്ട. അപ്പോൾ അതിനൊരു കോടതിയിൽ എടുക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിലായിരുന്നു, അത് എടുക്കണ്ട, അവിടെ നിൽക്കട്ടെ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറയുകയും ചെയ്തു. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു എൻ്റെ മകനെ ഒരു പ്ലാന്റ് പോയിട്ട് എന്തെങ്കിലും ഒരു വസ്തുതയുടെ പുലബന്ധം പോലും ഉള്ളതല്ലേ? ഇങ്ങനെ ഒരു എം എ ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം MP ആയിരുന്നു, എൻ്റെ സഹപ്രവർത്തനായിരുന്നു, MLA ഹോസ്റ്റലിൽ ഞങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും റൂമിലായിരുന്നു. എന്നിട്ട് പോലും എന്നോടൊന്നും ചോദിക്കാതെ എൻ്റെ മകന് ഓക്സിജൻ പ്ലാന്റ് ഉണ്ട്. അതുപോലെ ഒരു വാർത്ത ഏതോ ഒരു MLA അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, പാലക്കാട് ആരെങ്കിലും അങ്ങനെ MLA ഉണ്ടോ? ഇല്ല. തൃശ്ശൂരുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ആരാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ? എനിക്കറിയില്ല. അങ്ങനെ ഒരു MLAയുടെ ഭാര്യയായിട്ട് ഞാൻ ഫാമിലി പെൻഷൻ വാങ്ങുക എന്നൊക്കെ പറയുമ്പോൾ, പ്രചരിപ്പിക്കുമ്പോൾ എത്ര ഞാൻ 17 സ്കൂൾ മുതൽക്ക് പ്രത്യേകിച്ച് അധ്യാപക രംഗത്ത്, അതിനുശേഷം 10-50 കൊല്ലമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം എന്നെക്കുറിച്ചാണ് ഇങ്ങനെ ഞാൻ പിന്നെ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നു എന്തൊക്കെയാണ് അതിൽ പറയുന്നത്. നിങ്ങളെല്ലാം ചെറുപ്പക്കാരാണല്ലോ, നിങ്ങൾക്കെല്ലാം അമ്മമാരുണ്ടല്ലോ, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? എത്ര വൃത്തികെട്ട രീതിയിലാണ് ഈ പ്രചരണം നടക്കുന്നത്. അത് ഏതായാലും ഇത്രയും കൊള്ളരുതാത്ത ഇന്ത്യക്ക് പുറത്തും ലോകത്തിലെമ്പാടുമുള്ള മലയാളികളെ കാണത്തക്ക വിധത്തിൽ ഈ യൂട്യൂബ് ചാനലുകൾ ഉപയോഗിച്ച് എന്നെപ്പോലെ ഒരു വ്യക്തിയെ ഈ രൂപത്തിൽ അധിക്ഷേപിക്കുമ്പോൾ നിങ്ങളാരും പ്രതികരിക്കുക, നിങ്ങളാരും ചോദിച്ചിട്ടുമില്ല, എന്നോട് ആരും ചോദിച്ചില്ല ഇതുവരെ എന്താണ് വസ്തുത. ഏതെങ്കിലും ഒരു പത്രക്കാരൻ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തക എന്നോട് ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഈ കഴിഞ്ഞ 2-3 ദിവസം. ആരും ചോദിച്ചില്ല. പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപാകെ വന്നത്. ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം എന്ന് തന്നെയാണ്. കാരണം ഇത്രയേറെ അഭിമാനക്ഷതം, മാനത്തിന് ഇത്രയധികം കോട്ടം സംഭവിച്ച ഒരു സന്ദർഭം എത്രയോ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ മോശമായിപ്പോയി. എൻ്റെ ഭർത്താവ് മരിച്ചു. ഭർത്താവ് അധ്യാപകനായിരുന്നു, ഞാനും അധ്യാപികയായിരുന്നു. 45 വയസ്സിന് വരെ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചു. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചത് 6-ലും 7-ലും ഞാൻ കണക്കും സയൻസുമാണ് ഞാൻ പഠിപ്പിച്ചത്. പലരും എന്നെക്കുറിച്ച് അങ്ങനെയൊന്നും അല്ല പറയാറ്, അധ്യാപികയല്ല എന്നൊക്കെയാണ്. അതിലൊന്നും എനിക്ക് വിഷമമില്ല, പറയട്ടെ. പക്ഷേ ഇത് കുറച്ച് കടന്ന കയ്യായിപ്പോയി. ഇത് ഒരിക്കലും ഒരാളോടും, സ്ത്രീയോടെന്നല്ല പുരുഷനോടും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. എൻ്റെ ഭർത്താവിൻ്റെ പെൻഷൻ എനിക്ക് കിട്ടും അധ്യാപകൻ എന്നുള്ള നിലയിൽ. ഞാൻ വേറൊരാളുടെ പെൻഷൻ തേടി പോകേണ്ടുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെ ഒരു പണത്തിന് വേണ്ടി പോകുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അമ്മയുടെ അച്ഛനും ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും അധ്യാപകരാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന പണം കൊണ്ട് സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഒരു കുടുംബമാണ് എൻ്റേത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഈ രൂപത്തിൽ ഞാൻ ഏതോ ഒരു MLA ആണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ആളുണ്ടോയെന്നും അറിയില്ല, അയാളുടെ പെൻഷൻ ഭാര്യ എന്നുള്ള നിലയിൽ അഭിനയിക്കുക എന്നല്ല, ഭാര്യ എന്നുള്ള നിലയിൽ നാട്യം നടിച്ച് എന്നിട്ട് പെൻഷൻ വാങ്ങുന്നു. ഇതാണ് അതിൽ വിവരാവകാശ രേഖ കിട്ടിയതാണെന്നാണ് അവർ പറയുന്നത്. എന്ത് വിവരാവകാശ രേഖയായാലും അത് ശരി, വിവരാവകാശ രേഖയാണെങ്കിലും ഒരു വാക്ക് എനിക്ക് അറിയാവുന്ന ആളാണല്ലോ. എൻ്റെ കണ്ണൂർ ജില്ലയിലുള്ള ആളാണല്ലോ അനിൽ നമ്പ്യാർ അല്ലേ. ഒരു വാക്ക് എന്നോട് ടീച്ചറെ എന്നെ അറിയാത്ത ആളുമല്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരു വാക്ക് ഇങ്ങനെ വിവരാവകാശ രേഖയിൽ PK ശ്രീമതി ഇന്ന് മറ്റേതോ ഒരു വ്യക്തിയുടെ ഭാര്യ എന്നുള്ള നിലയിൽ പെൻഷൻ വാങ്ങുന്നു. ഇതെന്താ ടീച്ചറെ വിവരാവകാശത്തിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ടൈപ്പ് എററാണോ അതല്ല വേറെ എന്തെങ്കിലും തെറ്റായിട്ടുള്ളതാണോ, ആരെങ്കിലും കൂട്ടിച്ചേർത്തതാണോ, ഇത് എന്താണ് വസ്തുത? എന്നോട് അനിൽ നമ്പ്യാർക്ക് ചോദിക്കാം. അനിൽ നമ്പ്യാരും ഞാനും അറിയാത്തവരല്ല. അനിൽ നമ്പ്യാർ തലശ്ശേരിയിലുള്ള ആളാണ്. എൻ്റെ അടുത്ത ബന്ധു വീട് അനിൽ നമ്പ്യാരുടെ വീട്ടിനടുത്തുണ്ട്. അറിയാത്ത ആളല്ല. അനിലിനെ ചോദിക്കാം എന്നോട്. അനിൽ ഇത് പറയുമ്പോൾ, അനിൽ ഈ ജനൻ TV-യുടെ MD മറ്റാണല്ലോ അനിൽ. ഞാൻ പറയുന്നത് എന്നെപ്പോലെ ഒരു പൊതുപ്രവർത്തകയെ ഈ രൂപത്തിൽ ഈ മാനം കെടുത്താൻ വേണ്ടി കരുതിക്കൂട്ടി ഇങ്ങനെ പറയുന്ന ഇത്തരത്തിലൊരു പ്രചരണം നടത്തുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ നിരവധി കേസുകൾ ഞാൻ പലതിലും കൊടുത്തിട്ടുണ്ട്.
ഒരു തരത്തിലും ഈ പൊതുപ്രവർത്തന രംഗത്ത് വന്നിട്ട് ഒരു പൈസയുടെ ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പം ഞാൻ മിനിസ്റ്ററായിട്ട് പിന്നീട് വന്നത് UDF ഗവൺമെൻറ്റാണ്, ഒരഴിമതി ആരോപണം ഉന്നയിക്കാൻ ഇടയാക്കാത്ത വിധത്തിൽ ഭരിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരാവശ്യം എനിക്കില്ലതാനും. മറ്റേ എൻ്റെ ഈ സംസ്ഥാനത്തോ വേറെ എവിടെയെങ്കിലും ഒരു തരത്തിലും എന്തെങ്കിലും ഈ സാമ്പത്തികത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്തു എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഞാൻ അങ്ങനെ അഴിമതി രഹിതമായിട്ട് തന്നെയാണ് എൻ്റെ പൂർണ്ണ ജീവിതം പൂർണ്ണമായിട്ടുള്ളത്. സംശയം ഉണ്ടാവും. ടീച്ചറുടെ പേരിൽ വാർത്ത കൊടുത്ത കാര്യമല്ല ഈ പറഞ്ഞത്. ചിലപ്പോൾ PR കൃഷ്ണന്റെ ഭാര്യ ഒരു ശ്രീമതി, പക്ഷേ അതിലെല്ലാം എൻ്റെ പടം കൊടുത്തിട്ട് മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതി, പിന്നെ മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതി, മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതി, ഇങ്ങനെ പടം പലതവണ പല രീതിയിൽ കൊടുത്തുകൊണ്ട് എൻ്റെ പടം കൊടുത്തുകൊണ്ടാണ് ഇത് പറയുന്നത്. അല്ലാണ്ട് വെറുതെ ഒരു വാക്കല്ല. അങ്ങനെയാണെങ്കിൽ പറയായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ DGPക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും നിയമസഭ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.